കീം 2024-ൽ ഇന്ന് നമുക്ക് കോണിക്സും സ്ട്രേറ്റ് ലൈൻസും നോക്കാം. കോണിക്സ് സെക്ഷൻ നിങ്ങൾക്കറിയാം, സർക്കിള്, പരാബോള, ഹൈപ്പർബോള, എലിപ്സ് ഇത്രയും ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് കോണിക്സിൽ വരുന്നത്. ആദ്യം നമുക്ക് കോണിക്സ് നോക്കാം. ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചോളൂ. ആദ്യം സർക്കിളിലെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സെൻറ്റർ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കണം. ഇത് ശരിക്കും ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ് തന്നിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ടൈപ്പാണ്. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാമല്ലോ, നിങ്ങൾക്ക് അതല്ലേ എളുപ്പം. സ്റ്റാൻഡേർഡ് ഫോമിലാക്കി കഴിഞ്ഞാൽ x² ടൈം വരും, പിന്നെ y² ടൈം വരും, പിന്നെ എക്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ -3x + x, അപ്പോൾ അത് -2x വരും. പിന്നെ വൈയുടെ ടൈം എന്ന് പറയുന്നത് ഇവിടെ -y + 3y + 2y വരും. വേറെ കോൺസ്റ്റൻറ്റിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ശരിക്കും x² + y² + 2gx + 2fy + c എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ മേക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് x² ആൻഡ് y² ആസ് 1. x²ൻ്റെയും y²ൻ്റെയും കോഎഫിഷ്യൻ്റ് ആദ്യം +1 ആക്കുക. ഇവിടെ അത് ഓൾറെഡി +1 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ സെൻറ്റർ അങ്ങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് x/-2 എന്നും കോഎഫിഷ്യൻ്റ് ഓഫ് y/-2 എന്നും എടുത്താൽ മതി. എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കൂ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണ്. -2/-2 1 കിട്ടും. വൈയുടെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ -2 -1 കിട്ടും. ഓപ്ഷൻ എലഫൻറ്റ് കിട്ടും. ആദ്യം x²ൻ്റെയും y²ൻ്റെയും കോഎഫിഷ്യൻറ്റ് +1 അല്ലേ നോക്കണം. മിക്കവാറും ആയിരിക്കും, അല്ലെങ്കിൽ അതാക്കിയതിന് ശേഷം ഡിവൈഡ് ചെയ്താൽ മതി. എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെൻറ്റർ കിട്ടും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. y² = 4ax എന്ന് പറയുന്ന പരാബോളയുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എന്താണ്? 4a ആണ്. ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് 1 ആണ്. സോ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് d ആയിരിക്കും. y² = 4ax. എല്ലാ പരാബോളയിലും നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് പരാബോളയിലെല്ലാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ആ കോഎഫിഷ്യൻ്റ് ആണ്. 4a, അത് 1 ആണ് ഇവിടെ. അടുത്തത് റേഡിയസ് ഓഫ് എ സർക്കിൾ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. സർക്കിളിൻ്റെ റേഡിയസ് കാണണം. അതിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്. സെൻറ്റർ -4 0 ആണ്. ആ സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അത് 2,8 ആണ്. ഇതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് 2 - -4, അതായത് 6² വരും, +8² വരും. ദാറ്റ് ഈസ് √64 + 36. √100 വരും. √100 എന്ന് പറയുമ്പോൾ 10 കിട്ടും. ഓപ്ഷൻ സി വരും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. സെൻറ്റർ തന്നു, സർക്കിളിൽ ഒരു പോയിന്റ് തന്നു, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ്. അടുത്തത് ആക്സിസ് ഓഫ് എ പരാബോള ഈസ് പാരലൽ ടു y ആക്സിസ്. നിങ്ങളുടെ പരാബോള y ആക്സിസിന് പാരലൽ ആയിരിക്കും. y ആക്സിസിന് പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരാബോള ഒന്നുകിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അതായത് ഇതായിരിക്കും അതിൻ്റെ ആക്സിസ് വരിക. ഈ 2 ടൈപ്പ് പരാബോളയാണ് ഉദ്ദേശിക്കുന്നത്. വെർട്ടെക്സ് അറ്റ് 5 0. അപ്പോൾ വെർട്ടെക്സ് അറ്റ് 5 0, ഇപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്നത് h, k ആണെന്നിരിക്കട്ടെ. ഇത് ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ പരാബോളയാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള പരാബോളയുടെ എല്ലാം വെർട്ടെക്സ് 0 0 ആയിരുന്നു. ഇതല്ല, ഇത് വെർട്ടെക്സ് HK എന്ന് വന്നാൽ ഈ 2 പരാബോള, ഒന്ന് x² = 4 x - h² = 4a × y - k എന്ന്, അല്ലെങ്കിൽ x - h² = -4a × y - k.
ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോമേ വരുള്ളൂ. എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയാൻ കാരണം പരാബോള ഒന്നുകിൽ ഓപ്പൺ അപ്വാർഡ് അല്ലെങ്കിൽ ഓപ്പൺ ഡൗൺവാർഡ്. വൈ സ്ക്വയർ ഈക്വൽ ടു എന്നാണെങ്കിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഓപ്പൺ ആയിട്ടിരുന്നേനെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ആക്സിസ് വൈ ആക്സിസിന് പാരലലാണ്. അപ്പോൾ അതായത് നോക്കൂ, പരാബോള അത് ഇങ്ങനെ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ആക്സിസ്, ഇതാണ് ആക്സിസ്. ഓക്കെ, വൈ ആക്സിസിന് പാരലായിട്ട് ആക്സിസ് പോകും. അപ്പോൾ വെർട്ടെക്സ് എച്ച് കെ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പരാബോള നോക്കൂ. നിങ്ങളുടെ പരാബോള എന്ന് പറയുമ്പോൾ വെർട്ടെക്സ് 5,0 ആണ്. ഇത് ഇവിടെയായിട്ട് ഞാൻ 5,0 മാർക്ക് ചെയ്തു എന്നിരിക്കട്ടെ, സമ്മതിച്ചോ? ഇതാണ് വെർട്ടെക്സ്. ഇനി ഇത് മുകളിലേക്ക് ഇരിക്കുമോ താഴേക്ക് ഇരിക്കുമോ? പാസ് ത്രൂ ദ പോയിന്റ് 2,3 ആണ്. 2,3 ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരാബോള ഇങ്ങനെ ഇരിക്കണം. തീർച്ചയായിട്ടും പരാബോള ഇങ്ങനെ ഇരിക്കണം. കാരണം 2,3 ഇവിടെ പാസ് ചെയ്യണം. മനസ്സിലായോ? എക്സും വൈയും പോസിറ്റീവാണ്. അപ്പോൾ വെർട്ടെക്സ് 5,0 ആണ്. അപ്പോൾ ഈ ഫോമിൽ വരും. ഓപ്പൺ അപ്വാർഡ് ആണെങ്കിൽ പോസിറ്റീവാണ്, ഓപ്പൺ ഡൗൺവാർഡ് ആണെങ്കിൽ നെഗറ്റീവാണ്. പരാബോളയൊക്കെ മറന്നുപോയി കാണും. ജസ്റ്റ് ഫസ്റ്റ് ഇയർ ഒന്ന് കൂടി തട്ടി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ് 5 the whole square is equal to 4a into y minus 0 എന്ന് വരും. ഓക്കെ, ഇനി 4a എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 4a കണ്ടുപിടിക്കുക, എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് പാസസ് ത്രൂ ദ പോയിന്റ് തന്നിരിക്കുന്നത്. പാസസ് ത്രൂ ദ പോയിന്റ് 2, 3 ഇതിനകത്ത് കൊടുത്താൽ നമുക്ക് എ കിട്ടും. എക്സിന് 2 കൊടുക്കൂ. എക്സിന് 2 കൊടുത്താൽ 2 - 5 - 3 വരും. അതിൻ്റെ സ്ക്വയർ 9 വരും. ഈക്വൽ ടു 4a into 3 എന്ന് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് 4a ഈക്വൽ ടു 3 എന്ന് കിട്ടും. ആ 4a വാല്യൂ തിരിച്ചുകൂടെ കൊടുത്താൽ എക്സ് മൈനസ് 5 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3y എന്ന് വരും. 3y. എക്സ് മൈനസ് 5 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3y. ഓപ്ഷൻ ബോക്സ് വരും. ഓക്കെ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന പരാബോള എല്ലാം ഇതേ ഫോമിലായിരുന്നു. വെർട്ടെക്സ് അറ്റ് 0, 0 ആയിരുന്നു. വെർട്ടെക്സ് അറ്റ് 0, 0 ആയിരുന്നു. ഇതല്ല. പരാബോള ഇവിടെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ആക്സിസ് പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആയിട്ട് വരും. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ്. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ആ ടൈപ്പ് ഒന്ന് പഠിക്കണം കേട്ടോ, NCERT-യിൽ ഇല്ലെങ്കിൽ പോലും. ഫോസി ഓഫ് ദ എലിപ്സ്. എലിപ്സിൻ്റെ ഫോസി എ എന്ന് വിളിക്കും അല്ലെങ്കിൽ സി എന്ന് വിളിക്കും. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എലിപ്സിൽ. ഹൈപ്പർബോളയിൽ അത് പ്ലസ് ആട്ടോ. എലിപ്സിൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഹൈപ്പർബോളയിൽ അത് പ്ലസ് ആണ്. ഇനി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഏതായിരിക്കും എ സ്ക്വയർ? ഡിനോമിനേറ്ററിൽ ഏതാണോ വലുത് അത് എ സ്ക്വയർ ആയിട്ട് എടുക്കും, ഏതാണോ ചെറുത് അത് ബി സ്ക്വയർ ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. സി ഈക്വൽ ടു +or-5 എന്ന് കിട്ടും. അപ്പോൾ 4c +or-5 0 വരും. കാരണം എക്സിൻ്റെ ഡിനോമിനേറ്റർ ആണ് വലുത്. ഏത് ഡിനോമിനേറ്റർ ആണോ വലുത് ആ ആക്സിസിലായിരിക്കും എലിപ്സ് വരുന്നത്. എക്സിൻ്റെ ഡിനോമിനേറ്റർ ആണ് വലുത്. അതുകൊണ്ട് എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിനോമിനേറ്റർ ആണ് എടുക്കേണ്ടത്. എലിപ്സ് വരുന്നത് എക്സ് ആക്സിസിലാണ്. +or-5 0 എന്ന് പറഞ്ഞ് ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി കിട്ടും. എലിപ്സിനകത്ത് ഏതാണോ പോസിറ്റീവ്, ഏതാണോ ഗ്രേറ്റർ, ഏത് ഡിനോമിനേറ്റർ ആണോ വലുത് അത് എ സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. എലിപ്സ് ആ ആക്സിസിലായിരിക്കും വരുന്നത്. അതായിരിക്കും അതിൻ്റെ മേജർ ആക്സിസ്. അടുത്തത് സെൻറ്റർ ഓഫ് ദ ഹൈപ്പർബോള. ഇതും ഹൈപ്പർബോള നമ്മൾ പഠിച്ചിരിക്കുന്ന ഹൈപ്പർബോള ഇതാണ്. ഒന്നുകിൽ x² മൈനസ് y² b² ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഹൈപ്പർബോള. ഇതിൻ്റെ സെൻറ്റർ വരുന്നത് 0, 0 ആണ്. സ്റ്റാൻഡേർഡ് ഹൈപ്പർബോള. സ്റ്റാൻഡേർഡ് എലിപ്സിൻ്റെയും സെൻറ്റർ വരുന്നത് 0, 0 ആണ്. ഇതും ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് വരുന്നു. അതായത് ഹൈപ്പർബോള ചിലപ്പോൾ ഇത് ഇങ്ങനെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ മാറി വന്നു കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാറ്റം വരും.
അപ്പോൾ ഇവിടെ അതാ സെൻറ്റർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിക്കാം. എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിക്കും? എക്സിൻ്റെ ടേമുകൾ എടുത്താൽ 16x² പ്ലസ് 64x പ്ലസ് 64x, ഇതാണ് എക്സിൻ്റെ ടേമുകൾ. വൈയുടെ ടേമുകൾ എടുത്താൽ -4y² മൈനസ് 24y ഇസ് ഈക്വൽ ടു 36. ഞാൻ എക്സിൻ്റെ ടേം വൈയുടെ ടേമൊക്കെ ഒന്ന് അടുത്തെഴുതി. ഈ രണ്ട് ടേമിൽ നിന്ന് 16 പുറത്തേക്ക് എടുത്തു. അപ്പോൾ x² പ്ലസ് 4x എന്ന് വരും. ഇതിൽ നിന്ന് -4 പുറത്തേക്ക് എടുത്തു. അപ്പോൾ y² പ്ലസ് 6y എന്ന് വരും, ഈക്വൽ ടു 36. ഞാൻ ഇനി എല്ലാ ടേമിലും ഇതിനകത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിനകത്ത് ഞാനൊരു +4 ചെയ്യും. എന്തിനാ +4 ചെയ്തതെന്ന് വെച്ചാൽ ഇതിപ്പോൾ 6x + 2² എന്നായി. ആ ഫോം കൊണ്ടുവരാൻ വേണ്ടി +4 ചെയ്യും. അപ്പോൾ ഇവിടെ ശരിക്കും പ്ലസ് ചെയ്തിരിക്കുന്നത് 4 അല്ല കേട്ടോ, 16 പുറത്തുണ്ട്. അപ്പോൾ ശരിക്കും 64 പ്ലസ് ചെയ്തിരിക്കുന്നത്. കോമ്പൻസേറ്റ് ചെയ്യാൻ അത് റൈറ്റ് സൈഡിലും ചെയ്യും. ഇനി ഇവിടെയോ, ഇവിടെ ഞാനൊരു 9 പ്ലസ് ചെയ്യും. 9 പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. y + 3² എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞു. -4. ശരിക്കും ഇവിടെ നമ്മൾ പ്ലസ് ചെയ്തിരിക്കുന്നത് എന്താണ്? 9 അല്ല, പുറത്തൊരു -4 ഉണ്ട്. അപ്പം -36 ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കോമ്പൻസേറ്റ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ -36 കൊടുത്തു. ഓക്കെ, ഇനി വേണമെങ്കിൽ 64. അപ്പോൾ ഈ 36 കട്ടായിപ്പോയി, 64 വരും. 64 കൊണ്ട് കംപ്ലീറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫോം കിട്ടിക്കോളും. x + 2² by 4 minus y + 3² by 16 equal to 1. സ്റ്റാൻഡേർഡ് ഹൈപ്പർബോളയായി. ഓക്കെ, ഇനി x + 2 = 0 കൊടുത്താൽ x = -2 എന്നും y + 3 = 0 കൊടുത്താൽ y = -3 എന്നും കിട്ടും. അപ്പോൾ സെൻറ്റർ കിട്ടുന്നത് -2 -3 ആയിരിക്കും. -2 -3 ഓപ്ഷൻ എ വരും. ഇത് ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റിൽ വരും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ NCERTയുടെ അപ്പുറത്തേക്ക് പഠിക്കണം കേട്ടോ. NCERTയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറവാണ്. എന്തുകൊണ്ടാണ് 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ശരിക്കും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ x + 2 പകരം ക്യാപിറ്റൽ X എന്നും y + 3 പകരം ക്യാപിറ്റൽ Y എന്നും കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ അത് x²/4 മൈനസ് y²/16 = 1. അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഹൈപ്പർബോളയായി. നിങ്ങൾ ബൈ ഹാർട്ട് NCERT പഠിക്കുന്ന ഹൈപ്പർബോളയായി. ശരിയല്ലേ? ഇതിൻ്റെ സെൻറ്റർ എത്രയാ? 0 0 ആ 0 0 എന്ന് പറയുന്നത് ക്യാപിറ്റൽ Xൻ്റെയും ക്യാപിറ്റൽ Yയുടെയും വാല്യൂ ആണ്. അത് ഇവിടെ കൊടുക്കും. ഇവിടെ 0 കൊടുക്കും, ഇവിടെ 0 കൊടുക്കും. അപ്പോഴാണ് ഇത് പെട്ടെന്ന് കിട്ടുന്നത്. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. ഫോക്കസ് ഓഫ് ദി പരാബോള നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് പരാബോളയല്ല. ഞാൻ സ്റ്റാൻഡേർഡ് പരാബോളയിലേക്ക് മാറ്റാൻ പോവാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. y² + 4y ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ ഒരു +4 ചെയ്തു. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇത് y + 2² എന്ന് എഴുതാനാണ്. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിലും +4 ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റൈറ്റ് സൈഡ് കിട്ടുന്നത് 8x - 16 എന്നാണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാനിതിനെ പരാബോളയാക്കി മാറ്റിക്കഴിഞ്ഞു. 8 പുറത്തേക്ക് എടുത്താൽ x - 2 എന്ന് വന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് പരാബോളയാവാൻ വേണ്ടിയിട്ട് y + 2 പകരം ക്യാപിറ്റൽ Y എന്നും x - 2 പകരം ക്യാപിറ്റൽ X എന്നും കൊടുക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലാട്ടോ ഐഡിയ കിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻ ഐഡിയ കിട്ടില്ല. 2024 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുകൊണ്ട് മസ്റ്റായിട്ട് പഠിക്കൂ. അപ്പോൾ y + 2 വരെ ക്യാപിറ്റൽ Y കൊടുത്തപ്പോൾ y² = 8x. നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഹൈപ്പർബോളയുടെ ഫോമിലായി.
ഓക്കെ, ഇതിൻ്റെ ഫോക്കസ് എന്താ? A,0 അല്ലേ? അപ്പോൾ ഇവിടെ 4A എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് എത്രയാണ്? 2 കിട്ടും. ഫോക്കസ് അല്ലേ ചോദിച്ചേക്കണം? യെസ്. അപ്പോൾ ഈ പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത് 2,0 ആണ്. 2,0. ഈ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എക്സിനും 0 എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ വൈക്കുമാണ്. കാരണം നമ്മൾ ബൈഹാർട്ട് പഠിച്ച ഫോമിലേക്ക് മാറ്റിയപ്പോൾ വേരിയബിൾ എല്ലാം ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയുമായി. ക്യാപിറ്റൽ എക്സ് ആണ് 2, ക്യാപിറ്റൽ വൈ ആണ് 0. ഇനി അത് സ്മോൾ ലെറ്ററിലേക്ക് മാറ്റാം. നമുക്കെല്ലാം സ്മോൾ ലെറ്ററിൽ ആവശ്യം. ക്യാപിറ്റൽ എക്സിൻ്റെ 2 ഇവിടെ കൊടുത്താൽ എക്സ് മൈനസ് 2 ഈക്വൽ ടു 2 എന്നും എക്സ് ഈക്വൽ ടു 4 എന്നും കിട്ടും. വൈ ഈക്വൽ ടു 0 കൊടുത്താൽ y ഈക്വൽ ടു -2 എന്നും കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നിന്ന് ഫോക്കസ് എക്സ് 4, y -2. അപ്പോൾ 4 - 2 ഓപ്ഷൻ സി കിട്ടും. ഒറിജിൻ ഷിഫ്റ്റിംഗ് നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയിലേക്കും ഹൈപ്പർബോളയിലേക്കും എല്ലാം കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വെർട്ടെക്സോ ഫോക്കസോ എന്തെഴുതിയിട്ടും നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പർബോള ഹാവിങ് വെർട്ടീസസ് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത കാര്യം x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1 എന്ന ഫോമിലായിരിക്കും ഹൈപ്പർബോള. കാരണം വെർട്ടെക്സ് വരുന്നത് എക്സ് ആക്സിസിലാണ്, ഫോസി വരുന്നത് എക്സ് ആക്സിസിലാണ്. അതുകൊണ്ട് എക്സിൻ്റെ ടേം ആയിരിക്കണം പോസിറ്റീവ്, അതായിരിക്കണം a². ഹൈപ്പർബോളയിൽ വെർട്ടെക്സ് വരുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്, പോസിറ്റീവ് വരുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈപ്പർബോള എക്സ് ആക്സിസിലായിരിക്കും, എക്സിൻ്റെ ടേം ആയിരിക്കും a². ഇനി സി തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 2√10 ആണ്. ഹൈപ്പർബോളയിലെ ഫോമുല എന്താണ്? c² ഈക്വൽ ടു a² പ്ലസ് b² ആണ്. എലിപ്സിൽ അത് മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 × 10 40 വരും. 36 പ്ലസ് b² എന്ന് കിട്ടും. അപ്പോൾ b² 4 കിട്ടും. ഇതിനകത്തുനിന്ന് ആൻസർ എഴുതാം. x² ബൈ 36 മൈനസ് y² ബൈ 4 ഈക്വൽ ടു 1. x² മൈനസ് 36 മൈനസ് y² ബൈ 4 ഈക്വൽ ടു 1. ഓപ്ഷൻ എലഫൻറ്റ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, NCERT ലെവൽ ക്വസ്റ്റ്യൻ മാത്രം, സിമ്പിൾ. അടുത്തത്, സെൻറ്റർ ഓഫ് എ സർക്കിൾ ലൈ ഓൺ വൈ ആക്സിസ്. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ വൈ ആക്സിസിലാണ് വരുന്നത്. അതുകൊണ്ട് സെൻറ്ററിനെ ഞാൻ എന്ത് വിളിക്കുന്നു? 0,y എന്ന് വിളിക്കുന്നു. കാരണം വൈ ആക്സിസിൽ വരുന്നു. പാസസ് ത്രൂ ദ പോയിന്റ്, പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ വൈ ആക്സിസിൽ വരുന്നു, പാസ് ചെയ്യുന്ന 2 പോയിന്റ് തരുന്നു. ഓക്കെ, സെൻറ്റർ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തരുന്നു. ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? അത് റേഡിയസാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് √16 പ്ലസ് y - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √9 പ്ലസ് y + 4 ദ ഹോൾ സ്ക്വയർ. x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. സെൻറ്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. അത് സെയിം ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു ഫിഗർ വരച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. സെൻറ്റർ ഓഫ് ദ സർക്കിൾ, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെൻറ്റർ കിട്ടിയാലേ നമുക്ക് റേഡിയസ് കിട്ടുള്ളൂ. അതിലേ കറക്റ്റ് ഫിഗർ വരച്ച് ചെയ്യാമെന്ന് മാത്രം. സ്ക്വയർ ചെയ്താൽ 16 പ്ലസ് y² മൈനസ് 6y പ്ലസ് 9, 2 സൈഡ് സ്ക്വയർ ചെയ്യുന്നു. 9 പ്ലസ് y² പ്ലസ് 8y പ്ലസ് 16 എല്ലാം കട്ടായി പോകുന്നു അല്ലേ? 16 9 കട്ടായി പോയി. y² കട്ടായി പോയി. ദെൻ 0 = 14y എന്ന് കിട്ടി. y = 0 കിട്ടി. അപ്പോൾ സെൻറ്റർ എത്രയാണ്? സെൻറ്റർ 0 0 ആണ്. സെൻറ്റർ 0 0 ആണ്. റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. ഈ ഡിസ്റ്റൻസ് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ 0 എടുത്താലും മതി.
റൂട്ട് ഓഫ് 16 പ്ലസ് 9 വരും. 16 പ്ലസ് 9 ആൻസർ ഈസ് 5. ഓപ്ഷൻ ഡി. അതല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഫിഗർ വരച്ചു നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയേക്കും. -4 3, എക്സിൽ -4 വൈയിൽ 3 ഇവിടെ. മറ്റേതോ 3 -4, 3 -4 എക്സിൽ 3 വൈയിൽ -4 ഇവിടെ ആയിട്ട് വരും. അതിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് സെൻറ്റർ തക്ക രീതിയിൽ ചെയ്യണേ ചെയ്യാം, അല്ലെങ്കിൽ ഇതേ രീതി ചെയ്യുന്നു. സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് റേഡിയസ് 3. എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക? റേഡിയസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചിട്ടുണ്ടല്ലോ. സെൻറ്റർ ആണ് -g - f എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് 56 ആണ്. സെൻറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൽഫ ബൈ -2 4 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിൻ്റെ സ്ക്വയർ, അപ്പോൾ ആൽഫ സ്ക്വയർ ബൈ 4 പ്ലസ് 16, അതാണ് എത്ര? 3. റേഡിയസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. റേഡിയസിൻ്റെ ഫോർമുല പറഞ്ഞ് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, അത് ഈക്വൽ ടു 3. ദാറ്റ് ഇംപ്ലൈസ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ ബൈ 4 പ്ലസ് 40, പ്ലസ് അല്ല മൈനസ് അല്ലേ, -40 ഈക്വൽ ടു 9. 56 - 16 - 40. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു, ഇത് റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ 49 ആവും, ഇൻറ്റു 4 വരും. സോ ആൽഫ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. മൾട്ടിപ്ലൈൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ റൂട്ട് എടുക്കാം. +or-7 × 2 എന്ന് വരും. അപ്പോൾ ഒന്നുകിൽ +14 അല്ലെങ്കിൽ -14, ഓപ്ഷൻ എലഫൻ്റ് കിട്ടും. എന്ത്? ആൽഫയുടെ വാല്യൂ. ക്ലിയർ? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ഫോർമുലയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, കോർഡിനേറ്റ് ഓഫ് ദ വെർട്ടെക്സ് ഓഫ് ദി പരാബോള. ഇതും പഴയതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ 26 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. y - 26 ഈക്വൽ ടു 2 ഔട്ട് സൈഡ് എടുത്താൽ x² - 6x എന്ന് വരും അല്ലേ. ഞാനിവിടെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 9 പ്ലസ് ചെയ്തു, കേട്ടോ. അപ്പം 9 അല്ല, ശരിക്കും 18 പ്ലസ് ചെയ്തേക്കണം. അത് ലെഫ്റ്റിലും ചെയ്യണം, കാരണം ഈക്വാളിറ്റി മാറും. അപ്പം ലെഫ്റ്റിൽ 18 പ്ലസ് ചെയ്തപ്പോൾ y മൈനസ് എത്രയായി? 8 ആയി അല്ലേ. റൈറ്റ് സൈഡിൽ എന്തിനാണ് അത് അങ്ങനെ ചെയ്തത്? ഇതപ്പോൾ x - 3 ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറി. 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x - 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 ഇൻറ്റു y - 8. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടം വരെ ചെയ്തപ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് ഫോമായി എങ്ങനെയായി? ക്യാപിറ്റൽ എക്സിന് പകരം x - 3യും ക്യാപിറ്റൽ വൈക്ക് പകരം y - 8ഉം കൊടുത്താൽ x² ഈക്വൽ ടു 1/2 ഇൻറ്റു y എന്ന് കിട്ടും. ഇത് സ്റ്റാൻഡേർഡ് പരാബോള. ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 അല്ലേ. ഇത് ഇങ്ങനെ വരുന്ന പരാബോള. വെർട്ടെക്സ് 0 0. ഈ 0 0 എന്നുള്ളത് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയുടെയാണ്. അതെടുത്ത് ഇവിടെ കൊടുത്താൽ മതി. 0 ഈക്വൽ ടു സ്മോൾ x - 3, 0 ഈക്വൽ ടു സ്മോൾ y - 8. അപ്പോൾ സ്മോൾ x 3 എന്നും സ്മോൾ y 8 എന്നും കിട്ടും. 3,8 ഓപ്ഷൻ സി കിട്ടും. സ്മോൾ x 3 എന്നും സ്മോൾ y 8 എന്നും, അങ്ങനെ 3,8 എന്ന് കിട്ടും. ഓക്കെ, 3,8 is the vertex of the parabola. 3,8 is the vertex of the parabola. അടുത്ത ക്വസ്റ്റ്യൻ, equation of the parabola with focus at 3,1 and vertex at 5,1. Equation of the parabola
വിത്ത് ഫോക്കസ് അറ്റ് 3, 1 വെർട്ടെക്സ് അറ്റ് 5, 1. നിങ്ങൾ നോക്കൂ, പരാബോള നമുക്ക് റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വെർട്ടെക്സ് എച്ച് കോമ കെ എന്ന് വരുമ്പോൾ എങ്ങനെ പരാബോള വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ്, ഇത് y = 1 എന്ന് പറയുന്ന ലൈൻ. ഇവിടെ വരുന്നു 5, 1 എന്നിരിക്കട്ടെ, ഇവിടെ വരുള്ളൂ 3, 1 അല്ലേ. അപ്പോൾ നിങ്ങൾ പറ 5, 1 വെർട്ടെക്സ്. പരാബോള ഇങ്ങോട്ട് വരയ്ക്കണോ ഇങ്ങോട്ട് വരയ്ക്കണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരയ്ക്കാം, കാരണം ഫോക്കസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പരാബോള. ഇത് ഏത് പരാബോള ആയിരിക്കും? നമുക്കറിയാലോ, ഇത് ഇങ്ങനെ വരുന്ന പരാബോള, അത് y² = -4ax ആയിരിക്കും. അങ്ങോട്ടാണെങ്കിൽ y² = +4ax ആയിരിക്കും. അപ്പോൾ എച്ച് കെ സെൻറ്റർ വന്നു. എച്ച് കെ ആണ് വെർട്ടെക്സ് എങ്കിൽ ഇത് എങ്ങനെ വരും? y - k² = -4a × x - h². ഇവിടെയോ എച്ച് കെയുടെ പ്ലേസിൽ 5, 1 ആണ്. അപ്പോൾ y - 1² = -4a × x - 5². y - 1² = -4a × x - 5². ഇനി എ വേണ്ടേ? എല്ലാം അതേ ഫോർമുല അടക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് തന്നിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് ഫോക്കസ് അറ്റ് 3, 1. അപ്പോൾ നമുക്ക് എ എത്ര കിട്ടും? എ എന്ന് പറയുന്നത് 2 കിട്ടും. ഇവിടുന്ന് ഈ ലെങ്ത് കിട്ടും. കാരണം നിങ്ങൾ നോക്ക്, ഒരു പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം നിങ്ങൾ ഓർക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന പരാബോള, ഇത് വെർട്ടെക്സ് 0, 0, ഇതാണ് ഫോക്കസ് -a0. ഈ ലെങ്ത് ആണ് എന്ത്? ഫോക്കസ് എ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത്? വെർട്ടെക്സും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ അല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലെങ്ത് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഇത് 2 ആണ്, ഇത് 3, ഇത് 5. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 അല്ലേ. അപ്പോൾ a = 2. a = 2 എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഓപ്ഷൻ എ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, കോണിക് സെക്ഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ NCERTയിലെ ബേസിക് ഫോർമുല പഠിച്ചിട്ട് എക്സ്ട്രാ വേറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പരാബോളയുടെ എല്ലാ ക്വസ്റ്റ്യനും ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയർ കീം ഏതെടുത്ത് നോക്കിയാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്സ്റ്റുകൾ നോക്കിയാൽ മതി. അതിനകത്തൊക്കെ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ ഉണ്ട്. നമ്മുടെ സാധാരണ പരാബോളയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺവേർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ്. ഇതൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² / 80 വരും. പിന്നെ ഒരു p ഉണ്ട്, അത് താഴേക്ക് കൊണ്ടുവന്നു. y² / 16 വരും. 5/80 16 വരും, =1 വരും. =1 വരും. ഒന്നാമത്തെ സംശയം, ഏതാണ് a², ഏതാണ് b²? എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഡിനോമിനേറ്റർ ആണോ വലുത് അതാണ് a² ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ പി എത്രയാണെന്നറിയില്ല. അവർ പറയുന്നുണ്ട് p 5-നേക്കാൾ വലുതാണ്. p 5-നേക്കാൾ 5 വന്നാൽ ഇത് 16 കിട്ടും. p 5 വന്നാൽ ഇത് 16 കിട്ടും. 5-നേക്കാൾ വലുതാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 16-നേക്കാൾ ചെറുതാണ്. സോ a² എന്ന് പറയുന്നത് 16-ഉം p² എന്ന് പറയുന്നത് 80/p ആണ്. എലിപ്സ് വരുന്നത് y ആക്സിസിലായിരിക്കും, കാരണം വൈഡ് ഡിനോമിനേറ്റർ ആണ് വലുത്. എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല √1 - b²/a² ആണ്. എവിടെ? എലിപ്സിൽ. ഹൈപ്പർബോളയിലോ 1 + b²/a² ആണ്. എക്സെൻട്രിസിറ്റി എലിപ്സിൽ 1 - b²/a² ആണ്. ഹൈപ്പർബോളയിലോ 1 + b²/a² ആണ്. ഇവിടെ എക്സെൻട്രിസിറ്റി √3/2 തന്നിരിക്കുന്നു, =√1 -
80/16p എന്ന് കിട്ടും. p/16 വരും, കട്ടായി പോകുന്ന കേട്ടോ. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 3/4 = 1 - 5/p എന്ന് വരുന്നു. That implies 5/p = 1 - 3/4 എന്ന് കിട്ടുന്നു. 5/p = 1/4. സോ p = 20 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഡി കിട്ടും. p = 20. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഏത് ഡിനോമിനേറ്റർ ആണോ വലുത് അത് a², ഏതാണോ ചെറുത് അത് b². അത് മനസ്സിലാക്കാൻ അവർ p > 5 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, എലിപ്സ് ഫോസി തന്നിട്ടുണ്ട്. അപ്പോൾ സി തന്നിട്ടുണ്ട് 3, അല്ലെങ്കിൽ AE, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b ആണ്. അപ്പോൾ b എന്ന് പറയുന്നത് 4 ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ദെൻ ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, അതായത് 2a കണ്ടുപിടിക്കണം. 2a കണ്ടുപിടിക്കണമെങ്കിൽ a എത്രയാണെന്ന് കിട്ടിയാൽ മതി. നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? ഇൻ എലിപ്സ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന റിലേഷനാണ് a² - b². ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്. 9 = a² - 16. a² is 25. a = +or-5. അവിടെ കൊടുത്താൽ 2a = 10. ലെങ്ത് ആണ്, പോസിറ്റീവ് മതി. ഓപ്ഷൻ ഇ മാർക്ക് ചെയ്യാം. വീണ്ടും പറയുന്നു, എലിപ്സിൽ c² = a² - b². ഹൈപ്പർബോളയിൽ c² = a² + b². Sum of the distance of a point from origin and the line x = 3 is 8. Then its locus. ലോക്കസിൻ്റെ ക്വസ്റ്റ്യൻ സാധാരണ ചെയ്യുന്ന പാറ്റേൺ, എന്തിൻ്റെയാണോ ലോക്കസ് കണ്ടുപിടിക്കേണ്ടത് അതിന് HK എന്ന് കൊടുക്കുന്നു. ലോക്കസ് ഓഫ് വിച്ച് പോയിന്റ് is to be evaluated taken as HK. Then we write an equation in terms of H and K. Eliminate any parameter, any third variable, eliminate that. Finally we replace H by X and K by Y. ഒന്നും മനസ്സിലായില്ല അല്ലേ? എന്തിൻ്റെയാണ് ലോക്കസ് എന്ന് പറയുമ്പോൾ കുറേ പോയിന്റുകളുടെ കളക്ഷനാണ്. അതായത് ഒരു ഇക്വേഷൻ എഴുതുക, അത്രേ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ എന്തിൻ്റെ ലോക്കസ് ആണ് ആവശ്യപ്പെടുന്നത് അതിനെ HK എന്ന് വിളിക്കുക. HKയിൽ ഒരു ഇക്വേഷൻ എഴുതുക. ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സം ഓഫ് ദ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും ഈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സം 8 ആണ്. അങ്ങനെ വരുന്ന കുറേ പോയിന്റുകളുണ്ട്, അതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ HK എന്ന് വിളിച്ചു. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അത് √, ഇതിനെ ഞാൻ P എന്ന് വിളിച്ചു എന്നിരിക്കട്ടെ. P √h² + k² ആണ് OP. ഇനി x = 3 എന്ന് പറയുന്ന ലൈനെ ഞാൻ x - 3 = 0 എന്ന് എഴുതുവാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം, ax1 + by1 + c / √a² + b². ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഇതറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. x1 y1 പോയിന്റ്, ഇത് ax + by + c ലൈൻ്റെ ഇക്വേഷൻ. ഇവിടെ പോയിന്റ് HK ആണ്, ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ a എന്ന് പറയുന്നത് 1 ആണ്. a × h, ബിയുടെ ടൈം 0 ആയിപ്പോയി. -3 / 1 എന്ന് വരും. √. ഇതിൻ്റെ രണ്ടിൻ്റെ സം 8 ആണ്. അതായത് √h² + k². ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെയും ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെയും സമ്മ് = 8 ആണ്. ഓക്കെ. Sum of the distance of a point from the origin and the line is 8. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് √h² + k² = 8 ± h - 3 കിട്ടും.
ഈ മോഡുലസ് മാറ്റി കഴിയുമ്പോഴേ പ്ലസ് ഓർ മൈനസ് കിട്ടും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു ഒരു ഇക്വേഷൻ 5 പ്ലസ് എച്ച് വരും. അടുത്ത ഇക്വേഷൻ 11 മൈനസ് എച്ചും വരും, പ്ലസ് ഓർ മൈനസ്. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുക എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 25 പ്ലസ് 10h പ്ലസ് എച്ച് സ്ക്വയർ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ? എച്ച് സ്ക്വയറും കട്ടായിപ്പോയി. യെസ്, ഇതേ ഫോമിൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് വരില്ല. ഇതെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ കെ സ്ക്വയർ മൈനസ് 10h മൈനസ് 25 ഈക്വൽ ടു 0. എച്ചിന് പകരം എക്സ് എന്നും കെക്ക് പകരം വൈ എന്നും കൊടുത്താൽ വൈ സ്ക്വയർ മൈനസ് 10x മൈനസ് 25 ഈക്വൽ ടു 0. വൈ സ്ക്വയർ മൈനസ് 10x മൈനസ് 25 ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോം കിട്ടും. ഓക്കെ, ഞാൻ ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് കേട്ടോ മോഡുലസ് എടുത്ത്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. എന്തിൻ്റെയാണോ ലോക്കസ് കണ്ടുപിടിക്കേണ്ടത് അതിന് എച്ച് കെ എന്ന് വിളിക്കുന്നു. സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഒരു ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് 8 ആണ്. അതിനകത്തുനിന്ന് ഒരു ഇക്വേഷൻ എഴുതും. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The point 2k lie on the circle. Then the value of k. വെറുതെ 2k എന്നുള്ളത് ആ സർക്കിളിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്താൽ 2 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. എവിടെയായാലും പോയിന്റ് ലൈ എന്ന് പറഞ്ഞാൽ അത് എക്സിനും കെക്കും കൊടുക്കാനുള്ളതാട്ടോ. ഈക്വൽ ടു 4. ഇത് 0 ആയിപ്പോയി. കെ പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് എടുക്കുക ഹോൾ സ്ക്വയർ മാറ്റി കഴിയുമ്പോൾ. അപ്പോൾ ഒന്നുകിൽ കെ ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 കിട്ടും, അല്ലെങ്കിൽ കെ ഇസ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് 1 എന്ന് കിട്ടും. ഐദർ യു ഗെറ്റ് 3 ഓർ യു ഗെറ്റ് മൈനസ് 5. 3 എന്നോ അല്ലെങ്കിൽ മൈനസ് 5 എന്നോ കിട്ടും. തെറ്റി. എവിടെ തെറ്റിയില്ലേ? എവിടെ തെറ്റിയത്? ഇത് 4 തന്നെ. ഇവിടെ പ്ലസ് ഓർ മൈനസ് 2 വരും. അപ്പോൾ 2 മൈനസ് 1 2 പ്ലസ് 2 പ്ലസ് 1 അഥവാ 3 വരും. മൈനസ് 2 പ്ലസ് അഥവാ മൈനസ് 1 വരും. 3 അല്ലെങ്കിൽ മൈനസ് 1. അങ്ങനെ ഓപ്ഷൻ സി കിട്ടും. മൈനസ് 1 3. ഓപ്ഷൻ സി. തെറ്റിയോ? മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 2. സോറി പിന്നെയും തെറ്റി. എവിടെ തെറ്റിയത്? മൈനസ് 1 ആണ് രണ്ടിടത്തും വരുന്നത്. അപ്പോൾ 1 അല്ലെങ്കിൽ മൈനസ് 3. ഓപ്ഷൻ ഇ ആട്ടോ. ഓപ്ഷൻ ഇ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, സോറി കേട്ടോ. ഓപ്ഷൻ ഇ 1 അല്ലെങ്കിൽ മൈനസ് 3. ശ്രദ്ധ കുറവാണ്. അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യണേ ചെയ്യാം. എളുപ്പവഴി ചെയ്തതാണ്, ശ്രദ്ധിച്ചില്ല. റേഡിയസ് ഓഫ് ദ സർക്കിൾ വെരി സിമ്പിൾ. നേരത്തെ ചെയ്തതുപോലെ, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം കേട്ടോ. സ്കൂളിൽ ചെയ്യുന്നത് പോലെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം പരിപാടി റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. റൂട്ട് ഓഫ് എക്സിൻ്റെ കോയഫിഷ്യൻറ്റിനെ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1 സ്ക്വയർ. വൈയുടെ കോയഫിഷ്യൻറ്റിനെ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 4 മൈനസ് 4. സോ ആൻസർ മൈനസ് 4. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാ, അത് 4 അല്ല മൈനസ് 4 ആണ്. സോ ആൻസർ റൂട്ട് ഓഫ് 9. 3 എന്ന് കിട്ടും. റേഡിയസ് 3. റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേമുകൾ അടുത്തെടുത്ത് വൈയുടെ ടേമുകൾ അടുത്തെടുത്തു. അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങളിപ്പോൾ ഇതിനെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ ടു 4 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു പ്ലസ് 1 ചെയ്തു. കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ പ്ലസ് 1 ചെയ്തു. ഇവിടെ ഒരു പ്ലസ് 4 ചെയ്തു. കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു പ്ലസ് 4 ചെയ്തു. അപ്പോൾ ഇത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ, ഇത് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9.
അപ്പോൾ എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എത്രയാണ്? 3. അതും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എക്സെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് 1/3 തന്നിട്ടുണ്ട്. സെൻറ്റർ അറ്റ് ഒറിജിൻ ആണ്, സ്റ്റാൻഡേർഡ് എലിപ്സ് ആണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ a/e, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a/e. ഇപ്പൊ സ്റ്റാൻഡേർഡ് എലിപ്സ് എടുത്തു എന്നിരിക്കട്ടെ, ഇതാണ് ഒരു ഡയറക്ട്രിക്സ്, ഇതാണ് ഒരു ഡയറക്ട്രിക്സ്. ഇത് എക്സ് ഈക്വൽ ടു a/e, ഇത് എക്സ് ഈക്വൽ ടു മൈനസ് a/e. പ്ലസ് ഓർ മൈനസ് a/e ആണ് 9. ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എസ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാലോ. ഇ ഈക്വൽ ടു 1/3 ഇവിടെ കൊടുത്തേ. ഇ ഈക്വൽ ടു 1/3 കൊടുക്കൂ. ഇ ഈക്വൽ ടു 1/3 എന്ന് കൊടുത്താൽ a/1/3 ഈക്വൽ ടു 9 എന്നും a ഈക്വൽ ടു 3 എന്നും കിട്ടും. a ഈക്വൽ ടു 3 എന്നും കിട്ടും. നമുക്ക് എന്ത് വേണം? എയും വേണം ബിയും വേണം എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ. ഇനി അതിന് വേണ്ടിയിട്ട് സി ഈക്വൽ ടു എ ഇ എന്ന് പഠിക്കുന്നുണ്ട്. സി ഈക്വൽ ടു എ ഇ ഫോർ സി വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എ ഇ എന്ന് പറഞ്ഞാൽ എ 3 ആണ്, ഇ 1/3 ആണ്. അപ്പോൾ സി 1 കിട്ടും. സി ഈക്വൽ ടു 1 കിട്ടും. ഇനി എലിപ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ സി 1 കിട്ടി. എ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 8 കിട്ടി. എ സ്ക്വയറും ബി സ്ക്വയറും കിട്ടിയ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതൂ. എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 8 ഈക്വൽ ടു 1. ഏത് ഓപ്ഷൻ കിട്ടും? ഓപ്ഷൻ ഇ കിട്ടും. 8x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ ഈക്വൽ ടു 72. LCM കണ്ടതാട്ടോ. അവരതൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിച്ച് 9 × 8 72 LCM കണ്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തേക്കണമെന്ന് മാത്രം. എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 8 ഈക്വൽ ടു 1 സ്റ്റാൻഡേർഡ് എലിപ്സിലേക്ക് മാറ്റി. ഓക്കെ, എക്സെൻട്രിസിറ്റി, ദെൻ ഡയറക്ട്രീസസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ പാരാമെട്രിക് ഫോം ഓഫ് ദ സർക്കിൾ. പാരാമെട്രിക് ഫോം എന്ന് വെച്ചാൽ ഈ തീറ്റേനെയാണ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഈ തീറ്റ ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ മതി. സൈനും കോസും വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എലിമിനേറ്റ് ചെയ്യാൻ. എന്ത് ചെയ്താൽ മതി? ഇതിനെ നിങ്ങൾ x-3 ഈക്വൽ ടു 3 കോസ് തീറ്റ എന്ന് വിളിക്കുകയും y ഈക്വൽ ടു 3 സൈൻ തീറ്റ എന്ന് കൊടുക്കുകയും ചെയ്താൽ, പറയൂ, തീറ്റ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയറിങ് ആൻഡ് ആഡിങ്. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അപ്പോൾ x-3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെയോ 9 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ശരിക്കും തീറ്റ എലിമിനേറ്റ് ചെയ്യുക. തീറ്റ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ സ്ക്വയറിങ് ആൻഡ് ആഡിങ് അപ്ലൈ ചെയ്യാൻ കാരണം സൈനും കോസും വന്നുകൊണ്ട്. അപ്പോൾ അത് 1 ആയി മാറിക്കോളും. അപ്പോൾ ഓപ്ഷൻ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ, ഓപ്ഷൻ ഡി കിട്ടും. ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. 9 കട്ടായി പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0. പാരാമെട്രിക് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ആ തീറ്റ അല്ലെങ്കിൽ ടി അങ്ങനെയുള്ള പാരാമീറ്റർ എലിമിനേറ്റ് ചെയ്താൽ മതി. One end of the diameter of the circle is 3, 4. Then other end, വളരെ സിമ്പിൾ. സർക്കിൾ വരച്ചു. സെൻറ്റർ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. വൈയുടെ കോഎഫിഷ്യൻറ്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി. ഏതെങ്കിലും ഒരു ഡയമീറ്റർ എടുത്തു. അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് 3,4 ആണ്. ഇത് കണ്ടുപിടിക്കണം. x, y എന്ന് വിളിച്ചു. മിഡ് പോയിന്റിൻ്റെ ഫോർമുല, സെൻറ്റർ മിഡ് പോയിന്റ് അല്ലേ? എക്സ് പ്ലസ് 3/2 ഈക്വൽ ടു 2. ദിസ് ബൈ ദിസ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 1 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അടുത്ത y കോർഡിനേറ്റ്, y പ്ലസ് 4/2 ഈക്വൽ ടു 3.
y1 plus y2 by 2. Midpoint formula y is equal to 2. അപ്പോൾ x1 y2 x1 y2 അഥവാ അതർ എൻഡ് പോയിന്റ്, ഡയമീറ്ററിൻ്റെ അടുത്ത എൻഡ് പോയിന്റ് 1 2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോക്കസ് ഓഫ് ദ പരാബോള -3 ആണ്. അപ്പോൾ എ ഈക്വൽ ടു -3 ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് 0 -3 ആണ്. നോക്കൂ, ഫോക്കസ് എന്ന് പറയുന്നത് 0 -3. ഇതാ പരാബോള, ഇതാണ് പരാബോള. ഇതാണ് ഫോക്കസ്. 0 -3 ആണ് ഫോക്കസ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ ഇക്വേഷൻ x² = -4ay എന്നാണ്. എ എന്ന് പറയുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -3 എടുക്കരുത് കേട്ടോ, a3 എടുക്കാവുള്ളൂ. a3 അതുകൂടെ കൊടുത്താൽ x² = -12y. 2 മൈനസോടെ വന്ന് പ്ലസ് ആയി പോകരുത്, ഓപ്ഷൻ ബി കിട്ടും. കാരണം ഫോക്കസ് നെഗറ്റീവ് വരുമ്പോൾ പരാബോള താഴേക്ക് ഇരിക്കണം. ഫിഗർ വരച്ചാൽ പെട്ടെന്ന് കിട്ടും. ചിലർക്ക് തെറ്റ് വരുന്നത് അങ്ങനെയാണ്, അവർ a-3 എന്ന് എടുക്കും. a-3 എന്ന് എടുത്തു കഴിയുമ്പോൾ ഇവിടെ +12 ആയി പോകും. അതിങ്ങനെയായി പോകും പരാബോള നേരം. x² = 12y എന്ന് പറയുമ്പോൾ പരാബോള അപ്വാർഡ് ഡയറക്ഷനിലായി പോകും. ഇത് ഡൗൺവാർഡ് ഡയറക്ഷനിലിരിക്കണം. ഒന്ന് സൂക്ഷിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ദ എലിപ്സ് വിത്ത് ഫോഴ്സ് സി. ഫോഴ്സ് സി തന്നിട്ടുണ്ട് 2. എക്സെൻട്രിസിറ്റി ഇ തന്നിട്ടുണ്ട് 1/3. ഫോഴ്സ് ഐ നമ്മൾ എ ഇ എന്ന് എഴുതും. എ ഇ = 2. ഈ 1/3 ആണ്. ഇപ്പോൾ a/3 = 2, a = 6. ഇനി c² = a² - b². c എന്ന് പറയുന്നത് 4, a എന്ന് പറയുന്നത് 36 - b². b² = 32 എന്ന് കിട്ടുന്നു. b² = 32. b = ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 16 × 2 എന്ന് എഴുതിയാൽ 4√2. b² = 32, b = 4√2. ലെങ്ത് ഓഫ് മൈനർ ആക്സിസിൻ്റെ ഫോർമുല 2b ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസിൻ്റെ ഫോർമുല 2b. അപ്പോൾ 2 × 4√2 എന്ന് പറഞ്ഞാൽ 8√2 ആൻസർ കിട്ടും. 8√2 ആൻസർ കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോണിക് സെക്ഷനിൽ വരുന്നത്. കമ്പാരിറ്റീവ്ലി ഈസി ടോപ്പിക്ക് തന്നെയാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരൊറ്റ പ്രശ്നം, 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ടച്ച് വിട്ടുപോയിട്ടുണ്ടാവും. ഫോർമലി ഒന്ന് പൊടി തട്ടി എടുക്കുക, ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇതോടൊപ്പം തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ലൈൻസിലുണ്ട്. അതോടെ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം. കാരണം ഇനി അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസിന് വേണ്ടിയിട്ട് വേറൊരു സെഷൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കതും ഇതിനൊപ്പം തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. കാരണം ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കല്ലേ. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷം സ്ട്രെയിറ്റ് ലൈനിൽ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ -9 5. -9 5 ഇവിടെ പാസ് ചെയ്യണം. പാരലൽ ടു ദിസ് ലൈൻ, ഈ ലൈന് പാരലൽ ആയിരിക്കണം അല്ലേ. 2 ലൈൻ പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ദ ഡിഫർ ഓൺലി ഇൻ ദയർ കോൺസ്റ്റന്റ് ടേം. ഇഫ് 2 ലൈൻസ് ആർ പാരലൽ, ദ ഡിഫർ ഓൺലി ഇൻ ദയർ കോൺസ്റ്റന്റ് ടേം. സോ റൈറ്റ് 5x - 13y = 19. 5x - 13y = 19. ഓക്കെ,
ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ്, കോൺസ്റ്റന്റ് ടേമിൽ മാത്രം മാറ്റം വരുത്തും. 5x - 3y ax + by + c = c1ന് പാരലായിട്ടുള്ള c2 എന്നാക്കുന്നു. ആ കോൺസ്റ്റന്റിൽ മാത്രം മാറ്റം വരും. k കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് പാസ് ചെയ്യുന്നത് -9 അപ്പോൾ എക്സിന് -9 കൊടുത്താൽ 5 × -9 -13 × 5 k എന്ന് കിട്ടും. -45 എത്ര കിട്ടും? 13 × 5 65 k കിട്ടും. k എത്ര കിട്ടും? 0 110 -110 k. കെയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ കിട്ടും. ഓപ്ഷൻ എ 5x - 13y + 110 = 0. ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എടുക്കാം. സ്ലോപ്പ് കിട്ടും. പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം. y - y1 = m × സെയിം സ്ലോപ്പ്, രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. രീതി ചെയ്താലും കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1, ഇതിന്റെ സ്ലോപ്പ് 5, y = mx + c. ഇതിന്റെ സ്ലോപ്പ് ഏതാ ഫോർമുല? y2 - y1 x2 - x1. സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഈസ് -1. 5 × k - 12/10 = -1. സോ k - 12 -2 കട്ടായി പോകുന്നു. k = 10 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഇ. 2 lines are perpendicular, 2 slopes are perpendicular, product of slope is -1 എന്നുള്ള സിമ്പിൾ കൺസെപ്റ്റ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ കോഎഫിഷ്യൻ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യണം. സി ax + by + c = 0. ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ പാരലാണെങ്കിൽ ax + by + k = 0. കോൺസ്റ്റന്റ് മാറ്റും. കോൺസ്റ്റന്റ് മാത്രം. പെർപെൻഡിക്കുലർ ആണെങ്കിലോ ഈ കോഎഫിഷ്യൻ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഒന്നിൻ്റെ സൈനും മാറ്റും. ax - by + k = 0. കാരണം പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 കിട്ടണം. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 കിട്ടണം. അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിച്ച് പ്രോഡക്റ്റ് -1 കിട്ടത്തക്ക രീതിയിലെടുത്ത് അങ്ങനെ ചെയ്താലും ഒരു പ്രശ്നമില്ല. സോ ദിസ് ലൈൻ 7x - 5y = 11. ഇത് നമ്മൾ 5x + 7y = k എന്നെടുക്കുന്നു. x y ഇന്റർചേഞ്ച് ചെയ്തു. സൈൻ 5ൻ്റെ മാറ്റി. passes through 7 - 9. Passes through 7 - 9. So 35 - 49. No. -63 = k. 35 - 63 = k. So k is equal to what? 35 25 25 3 28 -28. So 5x + 7y + 28 = 0. ഓപ്ഷൻ എ. k = -28 അവിടെ കൊടുക്കുന്നു. 5x + 7y + 28 = 0. നെക്സ്റ്റ്, p q are points on a straight line, then slope of a straight line perpendicular to pq. ഓക്കെ pqവിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് pq എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. y2 - y1 1 - 4 x2 - x1 3 - -3 = -3/6 which is -1/2. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ സ്ലോപ്പ് 2 ആയിരിക്കും. കാരണം പ്രോഡക്റ്റ് -1 കിട്ടണ്ടേ. -1/2 × m. സ്ലോപ്പ് m എന്നെടുത്താൽ -1. സോ 2 lines are perpendicular. Product of slope is -1. m = 2. Next question.
ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു ദ ലൈൻ. ഫ്രം ഒറിജിൻ ടു ദ ലൈൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. Distance from origin, perpendicular distance from origin is c by root of a square plus b square. മോഡുലസ് എടുക്കുന്ന ഡിസ്റ്റൻസ് ആയതുകൊണ്ട് c by root of a square plus b square. ഇത് വേണമെങ്കിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ മാറ്റിക്കോളൂ. 12x മൈനസ് 5y മൈനസ് 60 is equal to 0. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ. 12x മൈനസ് 5y ഡിനോമിനേറ്റർ 60 ക്രോസ് മൾട്ടിപ്ലൈ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഫോമിലായി. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് മൈനസ് 60 ബൈ റൂട്ട് ഓഫ് 12 സ്ക്വയർ 144, 5 സ്ക്വയർ 25, 5 സ്ക്വയർ 25 is equal to 60 divided by root of 144 plus 25, 169, its root is 13. So 60 by 13, option A. 60 by 13, option A. Perpendicular distance from origin, c by root of a square plus b square. Equation of a straight line passes through the point 1, 1 and perpendicular to the line. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു കെ എന്ന് എടുക്കുന്നു, കോഎഫിഷ്യന്റ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, സൈൻ മാറ്റുന്നു. പാസസ് ത്രൂ 1, 1 ഇവിടെ കൊടുത്താൽ 1 മൈനസ് 1 ഈക്വൽ ടു കെ ഈക്വൽ ടു 0. സോ ആൻസർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു വൈ, ഓപ്ഷൻ ബി. ഇതുണ്ടോ? ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ലൈൻ. എക്സിന് 0 എടുക്കും, വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന് 5, വൈക്ക് 0 എടുക്കുമ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ വൈക്ക് 5. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അതേ ഇത്. ഈ ലൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നു. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ കോർഡിനേറ്റ് ആക്സിസ്. അതായത് നിങ്ങളൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, അതിൻ്റെ 2 സൈഡ് കോർഡിനേറ്റ് ആക്സിസ് ആണ്, എക്സും വൈയും. അതിൻ്റെ ലൈൻ, അടുത്തൊരു ലൈൻ ഉണ്ട്, ഹുസ് പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഇതാണ് തേർഡ് സൈഡ്. ഈ ലൈൻ്റെ ഇക്വേഷൻ എനിക്കറിയില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലൈൻ ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 45 ഡിഗ്രി ഫോം ചെയ്യുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ട്രയാങ്കിൾ ഒ എ ബി. ഇതാണ് ട്രയാങ്കിൾ ഒ എ ബി. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അവർ തന്നിട്ടുണ്ട്, ഹാഫ് ഇൻറ്റു ഒ എ ഇൻറ്റു ഒ ബി എന്ന് പറയുന്നത് 50 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടുപിടിക്കണം. ലൈൻ്റെ ഇക്വേഷൻ കാണണം. എന്ത് ചെയ്യും? ലൈൻ്റെ ഇക്വേഷൻ കാണണം. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. പല പല മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡ്, ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? ഈ ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് എന്ന. ഓക്കെ, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം. അതൊരു മെത്തേഡ്, കാരണം സ്ലോപ്പ് അതായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് ഏതാണ്? ഇത് y ഈക്വൽ ടു എക്സ് അല്ലേ? അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ കോഎഫിഷ്യന്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കെ എന്നെടുക്കും. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? ഈ ലൈൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കെ ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, എങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് കെ കോമ 0 എന്നല്ലേ? വൈക്ക് 0 കൊടുത്തു. ഈ പോയിന്റ് എന്തായിരിക്കും? 0 കോമ കെ എന്നല്ലേ? എക്സിന് 0 കൊടുത്തു. ഈ ട്രയാങ്കിളിൻ്റെ ഈ ലെങ്ത് കെ ആയിരിക്കില്ലേ? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ഈ ഹൈറ്റ് കെ അല്ലേ? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ കെ സ്ക്വയർ ഈക്വൽ ടു 100 എന്നും
കെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 എന്നും കിട്ടും. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 എന്നോ അല്ലെങ്കിൽ -10 എന്നോ. കാരണം ഇത് പ്രൈം വേണമെങ്കിൽ വരാം. ഇതേ ട്രയാങ്കിൾ ഇവിടെ വേണമെങ്കിൽ വരാമെന്ന്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓപ്ഷൻ എ മാർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലൈൻ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. എങ്ങനെ ഫോം ചെയ്യുന്നു? രണ്ട് സൈഡ് എക്സും വൈയും. അടുത്തതൊരു ലൈൻ ഉണ്ട്, ഒന്നും തന്നിട്ടില്ല. ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ കുറിച്ച് പറയും. സിംപ്ലിഫൈ ചെയ്യുന്നു, ആൻസറിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ ഇന്റർസെക്റ്റിംഗ് ദ കോർഡിനേറ്റ് ആക്സിസ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി 1 and 2. അതായത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1. അപ്പം ഞാനത് 1, 0 എന്നെടുത്തു. വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 2, 0, 2 എന്നെടുത്തു. നിങ്ങൾക്കറിയാം എക്സ് ആക്സിസിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നതിന് എക്സ് ഇൻ്റർസെപ്റ്റ്, വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നതിന് വൈ ഇൻ്റർസെപ്റ്റ്. എ ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്, ബി ആണ് വൈ ഇൻ്റർസെപ്റ്റ് എങ്കിൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്നുള്ള ഫോം നിങ്ങളുടെ കയ്യിലുണ്ട്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെയോ എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 1. 2x പ്ലസ് വൈ ഈക്വൽ ടു 2. 2x പ്ലസ് വൈ ഈക്വൽ ടു 2. ഓപ്ഷൻ ഡി. അതല്ലെങ്കിൽ 2 പോയിന്റ് ഫോം, 2 പോയിന്റ് അറിയാമെങ്കിലുള്ള ഫോം, 2 പോയിന്റ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പോയിന്റ്സ് കൊളീനിയർ, 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ then their slopes are equal, then their slopes are equal, or area of a triangle is 0. നമുക്ക് സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യാം. സ്ലോപ്പ് ഓഫ് എ ബിയുടെ സ്ലോപ്പ് പറയൂ. y2 മൈനസ് y1, x2 മൈനസ് x1, 2 ബൈ ലാംഡ മൈനസ് 2. സ്ലോപ്പ് ഓഫ് ബി സി 4 മൈനസ് മൈനസ് 1, 0 മൈനസ് ലാംഡ, 5 ബൈ മൈനസ് ലാംഡ. ശരിയല്ലേ? ദീസ് 2 ആർ ഈക്വൽ. ബൈ lines are collinear. 2 by lambda minus 2 is equal to 5 by minus lambda. Cross multiply ചെയ്താൽ minus 2 lambda equal to 5 lambda minus 10. 10 is equal to 7 lambda. Lambda is equal to 10 by 7. Option E. If 3 points are collinear, then their slopes are equal. ഡിസ്റ്റൻസ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത സമയങ്ങൾ എഴുതട്ടോ. ദ ലൈൻ, ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇന്റർസെപ്റ്റ് ഫോമിലാണ്. പാസസ് ത്രൂ ദ പോയിന്റ് പാരലൽ ടു ദ ലൈൻ, ദെൻ ദ വാല്യൂ ഓഫ് ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി. എ ബി സി ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ. ദ ലൈൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പാസസ് ത്രൂ ദ പോയിന്റ് 13 and 32. അപ്പോൾ നമുക്കത് പോയിന്റ് ഇവിടെ കൊടുത്താൽ 13 by 5 പ്ലസ് 32 by b ഈക്വൽ ടു 1. ഇതാണ് പാസ് ചെയ്യുന്ന പോയിന്റ്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ബി കിട്ടും. എങ്ങനെ ബി കിട്ടും? 32 by b ഈക്വൽ ടു 1 മൈനസ് 13 by 5. ഇതിനകത്തുനിന്ന് which is equal to 5 minus 13, 8 minus 8 by 5. Am I correct? This line passes through the point 13, 32. X-ന് 13 ഉം y-ക്ക് 32 ഉം കൊടുത്തു. ഇതിലേക്ക് കൊണ്ടുപോയി. ഇത് ക്യാൻസലായി പോകുന്നു. 4 കിട്ടും. 4 by b is equal to minus 1 by 5. b ഈക്വൽ ടു മൈനസ് 20. ബി കിട്ടിക്കഴിഞ്ഞു. ബി ഈക്വൽ ടു മൈനസ് 20. ബി മൈനസ് 20 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, എ അല്ലെങ്കിൽ ഇ. ഇനി സി കണ്ടുപിടിക്കാം. ഈ 2 ലൈനും പാരലലാണ്. പാരലലാണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് എന്ത് കിട്ടും? സ്ലോപ്പ് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1 by c. സോറി, minus coefficient of x by coefficient of
വൈ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്ത് കിട്ടും? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. ഇതിനകത്തുനിന്ന് 3/c, ഇതിനകത്തുനിന്ന് b/5, ബിയുടെ വാല്യൂ -20. 3/c ഈക്വൽ ടു -20/5 ഈക്വൽ ടു -4. സോ 3/-4 ഈക്വൽ ടു c. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ കിട്ടും. ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ. ബി -20, സി -3/4. പാസ് ചെയ്യുന്ന പോയിന്റ് പാരലൽ. ആ കൺസെപ്റ്റ് മാത്രം അപ്ലൈ ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Ray of light passing through the point 1, 2 reflected on x-axis. 1, 2 വന്നിട്ട് x-axis ടച്ച് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. എവിടെ? 5, 6 റിഫ്ലക്റ്റ് ചെയ്യുന്നു. Then the abscissa of a point P. ഈ എക്സ് ആക്സിസിലെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഇത് ഇൻസിഡന്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. സ്ലോപ്പ് ഓഫ് റിഫ്ലക്റ്റഡ് റേ is equal to മൈനസ് സ്ലോപ്പ് ഓഫ് ഇൻസിഡന്റ് റേ. കാരണം ഈ രണ്ട് ആംഗിൾ സെയിമാണ്. ഇത് നോർമൽ. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് പൈ മൈനസ് തീറ്റ വരും. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ പൈ മൈനസ് തീറ്റ വരും. അത് മൈനസ് ടാൻ തീറ്റ വരും. ടാൻ പൈ മൈനസ് തീറ്റ വരും. അത് മൈനസ് ടാൻ തീറ്റ വരും. സ്ലോപ്പ് ഓഫ് റിഫ്ലക്റ്റഡ് റേ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സ്ലോപ്പ് ഓഫ് ഇൻസിഡന്റ് റേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ റിഫ്ലക്റ്റഡ് റേ. 6 - 0 by 5 - x. മൈനസ് ഓഫ് ഇൻസിഡന്റ് റേ 2 - 0 by 1 - x. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 6 - 6x ഈക്വൽ ടു -10 + 2x. ശരിയല്ലേ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് 10 എത്ര വരത്തെ? 16 ഈക്വൽ ടു 8x. So x is equal to 2. X coordinate is 2. ഓക്കെ, ഇതാണ് സ്ട്രെയിറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻസ്. സ്ട്രെയിറ്റ് ലൈനിൽ ഏകദേശം ഒരു 11 ക്വസ്റ്റ്യൻസോളം വന്നു. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് കോണിക്സും സ്ട്രെയിറ്റ് ലൈനുമാണ്. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എല്ലാ സ്ലോട്ടിലും ഒരു 2 ക്വസ്റ്റ്യൻ വീതം പ്രതീക്ഷിച്ചോളൂ. പ്രധാനമായിട്ട് സ്ലോപ്പിൻ്റെ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കൂ. പിന്നെ പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്. കൊളീനിയർ സ്ലോപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ലോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോണിക് സെഷനിൽ സർക്കിള് വലിയ പ്രശ്നങ്ങളില്ല. പരാബോളയൊക്കെ പഠിക്കുമ്പോൾ ആ ഒറിജിൻ ഷിഫ്റ്റിക്ക് NCERTയുടെ അപ്പുറം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ബേസിക് ഫോർമുലാസ് NCERT ഫോർമുലാസ് പഠിക്കുക. സ്ട്രെയിറ്റ് ലൈനിൽ NCERT ഫോർമുല മാത്രം മതി, കുഴപ്പമില്ല. കോണിക്സ് പഠിക്കുമ്പോൾ നോക്കൂ, പരാബോള ഹൈപ്പർബോളയൊക്കെ വരുമ്പോൾ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പരാബോള ഒന്ന് ചെയ്ത് നോക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരും. ഫോർമുല എല്ലാം ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.